നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ചൊവ്വാഴ്ച ദിവസവും നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, അവൻ്റെ പാദപീഠത്തിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കി തന്ന അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ലോകത്തിൽ വിവിധ ഭാഗങ്ങളിലുള്ള ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ദിവസമാണല്ലോ. നമുക്ക് അങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വലിയവനായ ദൈവത്തെ ദേശത്തിൻ്റെ മുമ്പാകെ ഉയർത്തുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ അവതാരത്തെ പ്രകീർത്തിക്കുവാനും അതിൻ്റെ ഉദ്ദേശ്യം ക്രിസ്മസ് സന്ദേശം എന്നുള്ള തലത്തിൽ ഒരു വിഭാഗം ജനങ്ങളുടെ മധ്യേ എത്തിക്കുവാനും തക്കവണ്ണം കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് ലോകത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരു സംഭവം തന്നെയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വാഗ്ദത്തം ജനത്തിന് നൽകിയത് നിറവേറിയതാണ്. അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിക്കാനായിട്ട് കൊണ്ടുപോയി യാഗം അർപ്പിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ ദൈവം അവിടെ നിന്ന് ഇസഹാക്കിനെ വിളിച്ചു വരുത്തി അതിനുശേഷം അബ്രഹാമിനുമായിട്ടുള്ള നടത്തുന്ന ഉടമ്പടികളിൽ ഒരു പ്രധാനപ്പെട്ട ഉടമ്പടിയാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവം ദൈവത്തെ കൊണ്ട് സത്യം ചെയ്ത് അരുളി ചെയ്ത ഒരു മഹത് പ്രവചനം ആണ്, അല്ലെങ്കിൽ ഒരു മഹത്തായ ഉടമ്പടി ആണ് അബ്രഹാമിലൂടെ നിറവേറ്റപ്പെട്ടത്. നമുക്കറിയാം, നീ എൻ്റെ വാക്കനുസരിക്കൊണ്ട് നിൻ്റെ സന്തതി മുഖാന്തരം, നിൻ്റെ സന്തതികൾ മുഖാന്തരമല്ല, നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഈ അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ അവതാരത്തിലൂടെ നിറവേറ്റപ്പെട്ടത്. സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്ന രക്ഷ, സകല ജാതികൾക്കും ഉണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്നൊക്കെ ദൂതന്മാർ ഘോഷിച്ചപ്പോൾ ഇതാണ് നിറവേറ്റപ്പെട്ടത്. അബ്രഹാമുമായിട്ട് നടത്തിയ ഉടമ്പടിയാണ് നിറവേറ്റപ്പെട്ടത് എന്നുള്ളത് നാം ഒരിക്കലും മറക്കരുത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും അവൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഏതാണ്ട് 350 പ്രവചനങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. 350ഓളം പ്രവചനങ്ങൾ. ഇത്രയും അതിഭയങ്കരമായ പ്രവചനങ്ങളും ഒറ്റ വ്യക്തിയെക്കുറിച്ച് ഇത്രയും പ്രവചനങ്ങൾ നടത്തപ്പെട്ട മറ്റു ആരും തന്നെ ഇല്ല. ഈ നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുമ്പോൾ യഹൂദ വംശം അബ്രഹാമിൻ്റെ സന്തതിയിൽപ്പെട്ടതാണല്ലോ. ഈ യഹൂദ വിഭാഗത്തിൽ തന്നെ ധാരാളം സയൻറ്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാരുള്ളതായിട്ടറിയാം. അവർ മുഖാന്തരമൊന്നുമല്ല ഭൂമി അനുഗ്രഹിക്കപ്പെട്ടത്. നാം നോബൽ സമ്മാനം കൊടുത്തതിനെക്കുറിച്ച് വായിക്കുമ്പോൾ മൊത്തം ലഭിച്ചിട്ടുള്ള നോബൽ സമ്മാനങ്ങളിൽ 22% യഹൂദന്മാർക്കാണ് ലഭിച്ചുള്ളത്. എന്നാൽ യഹൂദന്മാരുടെ ജനസംഖ്യയെ സംബന്ധിച്ച് നാം വായിച്ചാൽ വെറും 0.02% മാത്രമാണ് യഹൂദരുടെ ജനസംഖ്യ. ആകെയുള്ള ജനസംഖ്യയിൽ വെറും 0.02 ആണ് അവരുടെ ജനസംഖ്യ. അതിൽ 22% പേർക്ക് നോബൽ സമ്മാനം ലഭിപ്പാൻ എന്ന് പറഞ്ഞാൽ ആകെ ലഭിച്ചിട്ടുള്ള നോബൽ സമ്മാനങ്ങളിൽ 22% നോബൽ സമ്മാനങ്ങളും യഹൂദ ജനതയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കും. ധാരാളം ലോകത്തിന് അനുഗ്രഹമായ വളരെയധികം സംഭാവനകൾ നൽകിയ നിരവധി പേർ യഹൂദ വംശത്തിൽ ജനിക്കപ്പെട്ടിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീനൊക്കെ അതിനുദാഹരണമാണ്. അവരൊക്കെ ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അവരൊന്നുമല്ല ദേശത്തിന് അനുഗ്രഹമായി തീർന്നത്. നിന്റെ സന്തതി മുഖാന്തരം ലോകം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ തന്നെ മുൻകണ്ടുകൊണ്ട്
ദൈവം അബ്രഹാമുമായിട്ട് നടത്തിയ ഉടമ്പടിയാണ്. എന്നെക്കൊണ്ട് ഞാൻ സത്യം ചെയ്യും. ആ സത്യത്തിൻ്റെ നിറവേറലാണ് നാം ബത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ദിവസമൊന്നും അല്ല എങ്കിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ ഇത്തരത്തിൽ ആഘോഷിക്കുവാനൊന്നും ബൈബിളിൽ യാതൊരു നിബന്ധനകളോ രേഖകളോ കൽപ്പനകളോ ഒന്നും തന്നെ ഇല്ല എങ്കിലും ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ ഈ ജനനം, ഇങ്ങനെ ഒരു ജനനം, ഇത്രയും ഒരു ജനനം കൊണ്ട് ഒരു ലോകം മുഴുവനും കൊണ്ടാടുന്ന ഒരു ജനനം മറ്റൊരു വ്യക്തിയുടെയും ജനനമില്ല. ധാരാളം പേരുടെ ജന്മങ്ങളൊക്കെ കൊണ്ടാടാറുണ്ട്. എന്നാൽ ഇത്രയും ആഘോഷത്തോടുകൂടെ കൊണ്ടാടുന്ന ഒരു ജനനം ഇല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പ്രിയമുള്ളവരെ, ഞാൻ മുഖവുരയായിട്ട് ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ബൈബിൾ ക്ലാസ്സിനായിട്ട് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാനിന്ന് ഒരു മറ്റൊരു വിഷയം, ഞാൻ എടുത്തുകൊണ്ടിരുന്ന വിഷയം തീർന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മറ്റൊരു വിഷയം ഞാൻ ഇന്ന് തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ ടേൺ ആയിട്ടില്ല എന്ന് മാത്രമല്ല, മറ്റൊരു വിഷയം നാം ഇപ്പോൾ ചൊവ്വാഴ്ചകളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അത് പൂർത്തീകരിക്കേണ്ടതായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് മറ്റു ഒരു വിഷയത്തിലേക്ക് ഒരു ചെറിയ, നമുക്കെല്ലാവർക്കും പരിചിതമാണ്, നാം എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ പലപ്പോഴും എൻ്റെയും നമ്മിൽ പലരുടെയും ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പലതും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നൊക്കെ പറഞ്ഞ് ധാരാളം നമ്മെ ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളോട് ഉപമിച്ചിട്ടുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ നമ്മെക്കുറിച്ച്, ഈ ലോകത്തിലെ ജനതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉപമ അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വിഷയം ഞാൻ എടുക്കുമ്പോൾ ഈ കാര്യത്തിൽ എൻ്റെ കുറവ്, എൻ്റെ പരാജയമൊക്കെ വളരെ വലുതാണ് എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. എന്നാൽ ഈ ദിവസങ്ങളിൽ എന്നെ വളരെയധികം തൊട്ടുണർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. യെശയ്യാവിൻ്റെ പ്രവചനം 62-ാമത്തെ അധ്യായം, അതിൻ്റെ 6-7 വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് ഒന്ന് വായിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 62-ാമത്തെ അധ്യായം, അതിൻ്റെ 6-7 വാക്യങ്ങൾ. യെരുശലേമിനെ കുറിച്ച്, യെരുശലേമിൻ്റെ യഥാസ്ഥാനം സംഭവിക്കണം, അതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ ബോധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. യെരുശലേമേ, ഞാൻ നിന്റെ മതിലിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കുകയും അരുത്. ഇവിടെ നാം ഓരോരുത്തരും ആരാണ് എന്നുള്ളത് ഇവിടെ പറയുന്നു. യെരുശലേമിൻ്റെ അല്ലെങ്കിൽ സിയോൻ്റെ പുനഃസ്ഥാപനമാണ് ഇവിടുത്തെ വിഷയമെങ്കിലും, നിന്റെ മതിലിന്മേൽ ഞാനൊരു വിഭാഗത്തെ ആക്കി വെച്ചിരിക്കുന്നു. അതാരാണ്? കാവൽക്കാരെ ആക്കി വെച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ഈ ലോകത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ, ഈ സഭയുടെ, കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെയൊക്കെ കാവൽക്കാർ ആണ് എന്നാണ് പറയുന്നത്. കാവൽക്കാർ, വാച്ച്മാൻ അല്ലെങ്കിൽ വാച്ച്വിമൻ. ആരാണ് ഈ കാവൽക്കാർ? ഇവിടെ കാവൽക്കാരൻ്റെ ജോലിയും അവർ എങ്ങനെ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ ആണ് ശരിക്കും കാവൽക്കാർ. നാം ഈ ദേശത്തിൻ്റെ കാവൽക്കാരൻ എന്ന് പറയുമ്പോൾ നാം ശരിക്കും വളരെ
വലിയ ഒരു ഉത്തരവാദിത്വം നിറവേറ്റേണ്ട വ്യക്തികളാണ് എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വസ്തരായ പ്രാർത്ഥന മധ്യസ്ഥത വഹിക്കുന്നവരാണ് ശരിക്കും കാവൽക്കാർ എന്ന് പറയുന്നത്. ഒരു കാവൽക്കാരൻ്റെ ചുമതല എന്ന് പറയുന്നത് എന്താണ് ഒരു കാവൽക്കാരൻ്റെ ചുമതല? എന്താ ജന ഒരു കാവൽക്കാരൻ നിർവഹിക്കേണ്ട ചുമതല എന്താണ്? നമ്മെ ദേശത്തിൻ്റെ കാവൽക്കാരൻ എന്നാണ് പറഞ്ഞത്, ഈ കാവൽക്കാരൻ. അപ്പോൾ ഈ കാവൽക്കാരൻ്റെ ചുമതല എന്താണ്? അത് നാം ഒന്നാമതായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. വിശ്രമരഹിതമായിട്ട്, ഉറങ്ങാതെ, മയങ്ങാതെ, സൂക്ഷ്മമായിട്ട് കടമ നിറവേറ്റുന്നവരാണ് ഒരു യഥാർത്ഥ കാവൽക്കാരൻ എന്ന് പറയുന്നത്. ഈ കാവൽക്കാരൻ ഉറങ്ങിപ്പോയാൽ എന്താ സംഭവിക്കും? ഒരു വലിയ സ്ഥാപനത്തിൽ ഒരു കാവൽക്കാരൻ നിൽക്കുകയാണ്. ഒരു ധനകാര്യ സ്ഥാപനമോ ബാങ്കോ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, അവിടെ ഒരു വലിയ കാവൽക്കാരൻ നിൽക്കുകയാണ്. ആ കാവൽക്കാരൻ അവൻ്റെ കടമ ശരിക്കും നിറവേറ്റാതെ ഉറങ്ങിപ്പോയാൽ എന്താണ് സംഭവിക്കുക? അവിടെ കള്ളൻ കയറുവാനുള്ള എല്ലാ സാധ്യതകളും സാധ്യതയുണ്ട്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ, കുടുംബത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ കള്ളൻ കടന്നു കയറുന്നതിനുള്ള കാരണം ഇവിടെ യെശയ്യാ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. നിങ്ങൾ കാവൽക്കാരുടെ ചുമതല ശരിയായിട്ട് നിറവേറ്റുന്നില്ല എങ്കിൽ ഇവിടെയൊക്കെ കള്ളൻ കയറുവാനുള്ള സാധ്യതകളുണ്ട്. ആരാണ് ഈ കള്ളൻ? നമ്മുടെ പ്രതിയോഗി അല്ലെങ്കിൽ കള്ളൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും സാത്താനെയാണ്. സാത്താൻ യഥാർത്ഥത്തിൽ കള്ളനാണ്, കവർച്ചക്കാരനാണ്. ഈ കള്ളൻ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മറ്റു സ്ഥാപനങ്ങളിലും, കുടുംബത്തിലോ സമൂഹത്തിലോ അല്ലെങ്കിൽ സഭയിലോ ഒക്കെ കടന്നു കയറി ആ കള്ളന്റെ, സാത്താന്റെ പ്രവർത്തനം നടത്താതിരിക്കണമെങ്കിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്ന കാവൽക്കാരൻ എന്ന ചുമതല നാം വളരെയധികം സൂക്ഷ്മമായി നിറവേറ്റേണ്ടതാണ്. നാം പലപ്പോഴും ഉറങ്ങുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആത്മീകമായാലും ഭൗതികമായ തരത്തിലായാലും ഉറങ്ങുവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. നമുക്കങ്ങനെ ഒരു സങ്കീർത്തനമുണ്ടല്ലോ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. പിന്നെ മറ്റൊരു സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട് 121:3-4 നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. ദൈവം മയങ്ങാതെ, ഉറങ്ങാതെ നമ്മെ വളരെയധികം ശ്രദ്ധയോടുകൂടെ പരിപാലിക്കുന്നവനാണ്. അവിടെ നാം സമാധാനത്തോടെ നമുക്ക് ഈ ഭൂമിയിൽ ഇത്രയുമെങ്കിലും കഴിയുവാനായിട്ട് സാധിക്കുന്നതിന് കാരണം ദൈവത്തിൻ്റെ പരിപാലനം തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുമെന്ന് പറഞ്ഞ് ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഉറങ്ങുന്നവരായി, ആത്മീകമായി മയങ്ങുന്നവരായി കാണുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ വിശ്രമവും ഉറക്കവുമൊക്കെ ആവശ്യത്തിന് വേണം എന്നുള്ളത് ശരിയാണ്. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നാം എപ്പോഴും ശാരീരികമായി ഉറങ്ങുന്നവരാണെങ്കിലും ആത്മീകമായി എപ്പോഴും ഉണർന്നിരിക്കണമെന്നുള്ളതാണ്. എന്നാൽ ശാരീരികമായും ഉണർന്നിരിക്കേണ്ടതിൻ്റെ ആവശ്യകത പലപ്പോഴും ദൈവം ഓർപ്പിച്ചിട്ടുണ്ട്. ശത്രു നമുക്ക് നേരെ പാളയമടിച്ചിരിക്കുന്ന ചില പ്രത്യേക സന്ദർഭങ്ങൾ വരുമ്പോൾ നാം ശരിക്കും ആത്മീകമായും ശാരീരികമായും ഉണർന്നിരിക്കേണ്ട ആവശ്യകതയുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആകയാൽ ഈ സംഭവിക്കുവാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കുവാനും നിങ്ങളെ പ്രാപ്തരാക്കേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുവാൻ നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. ഈ സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങൾ നമ്മിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതിന് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നമ്മെ നിൽക്കുവാൻ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി നാം സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം എന്ന് കർത്താവായ യേശുക്രിസ്തു തന്നെ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ഗത്സമനത്തോട്ടത്തിൽ വച്ച് ശിഷ്യന്മാർ ഉറങ്ങുന്നതായിട്ട് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം നമുക്കറിയാം. മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ
പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. എന്നാൽ നാം പലപ്പോഴും പരീക്ഷയിൽ അകപ്പെട്ടതിന് ശേഷം പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചപ്പോഴും കർത്താവ് പറഞ്ഞു, ദുഷ്ടങ്കൽ നിന്ന് നിങ്ങളെ വിടുവിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു കാവൽക്കാരാണ്. പരീക്ഷയിൽ അകപ്പെട്ടതിന് ശേഷം പ്രാർത്ഥിക്കുന്നവരല്ല, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നാം പ്രാർത്ഥിക്കേണ്ടതാണ്. സാത്താൻ കൊണ്ടുവരുന്ന ടെംപ്റ്റേഷൻ, ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പരീക്ഷ എന്ന് പറയുന്നത്. അതിൽ അകപ്പെടാതിരിപ്പാൻ നാം ദിവസവും വളരെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അതായത് ഒരു കാവൽക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവൻ്റെ ഉത്തരവാദിത്വം ഉണർന്ന് സൂക്ഷ്മതയോടെ പരിപാലിക്കുക, കാക്കുക, നമ്മെ തന്നെ കാക്കുക, നമ്മുടെ കുടുംബത്തെ കാക്കുക, സമൂഹത്തെ കാക്കുക, സഭയെ കാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ഉത്തരവാദിത്വമാണ്. അവിടെ ഈ കാവൽക്കാരുടെ ചില പ്രത്യേകതകൾ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. They will never be silent day or night. ഒരിക്കലും അവർ മിണ്ടാതിരിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു കാവൽക്കാരെയാണ് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 22:30 വാക്യം നാം എടുത്ത് നോക്കിയാൽ അവിടെ കാണുവാനായിട്ട് കഴിയും. യെഹെസ്കേൽ 22:30, അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. I sought for a man among them that should make up hedge and stand in the gap before me for the land, that I should not destroy it, but I found none. ഞാൻ നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി എൻ്റെ മുമ്പിൽ ഇടിവിൽ നിൽക്കുന്നതിന് ഒരു പുരുഷനെ ഞാൻ നോക്കി, ആരെയും കണ്ടില്ല താനും എന്ന് അവിടെ ഈ യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ അവിടെ വിലപിക്കുകയാണ്. ദൈവം നോക്കുകയാണ്. ദൈവത്തിന് നശിപ്പിക്കാതിരിപ്പാൻ കഴിയാതിരിക്കുന്നു. ജനത്തിന്റെ പ്രവൃത്തിയും ഒക്കെ കാണുമ്പോൾ ദൈവം വിചാരിക്കുകയാണ്, ഇവരെ നശിപ്പിച്ചു കളഞ്ഞാൽ മതി. എന്നാൽ ഇവരെ നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി അവരുടെ ഇടിവിൽ, ദൈവത്തിനും അവർക്കും ഇടയിലായിട്ട് ഇടിവിൽ നിൽക്കുന്നതിന് ചില പുരുഷന്മാരെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനത്തിന്റെ പ്രവൃത്തി കണ്ടാൽ ദൈവത്തിന് നശിപ്പിക്കാതിരിപ്പാൻ തരമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ പല പ്രവൃത്തികളും ദൈവം കാണുമ്പോൾ ഒരു നിമിഷം പോലും പിന്നെ ഈ ഭൂമിയിൽ നമ്മെ വച്ചേക്കുവാൻ ദൈവത്തിന് ഹിതമല്ല. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം നോക്കുകയാണ്, ഇവന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ഇവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ആരെങ്കിലും ഉണ്ടോ? ജനത്തെ മടക്കിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, മതിൽ കെട്ടുവാൻ യോഗ്യരായി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ദൈവം നോക്കുന്നുണ്ട്. അവിടെ ആരെയും കണ്ടില്ല എന്നാണ് കാണുന്നത്. എന്നാൽ പ്രിയമുള്ളവർ, നമുക്കൊന്ന് പരിശോധന ചെയ്യാം. നമ്മിലേക്ക് നോക്കിയാൽ ഇത്തരത്തിലുള്ള ഒരു കാവൽക്കാരനായി ദൈവത്തിനും ജനത്തിനും മധ്യേ ഇടിവിൽ നിൽക്കുന്നവരായി നാം ആയിത്തീരാറുണ്ടോ? ആത്മീയമായ ശോഷിപ്പിനെതിരെ, സാൻമാർഗിക അധപ്പതനത്തിനെതിരെ നിലവിളിക്കുവാൻ, താഴ്മയോടെ അപേക്ഷിപ്പാൻ, യഥാർത്ഥ അനുതാപത്തിന്റെ പാതയിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരുവാൻ, ഒരു ആത്മീകമായ ഉണർവുണ്ടാകുവാൻ, ദൈവകോപവും ന്യായവിധിയും നമ്മിൽ നിന്ന് അകന്നു പോകുവാൻ തക്കവണ്ണം ശരിയായ തരത്തിൽ പ്രാർത്ഥിപ്പാൻ, ഇതാണ് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥന. നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ധാരാളമായിട്ട് മുട്ടിപ്പോടെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥന അതല്ല. അവരെ മടക്കിക്കൊണ്ടുവരുത്തുവാൻ, അവരുടെ ഇടയിൽ ഒരു ആത്മീകമായ ഉണർവുണ്ടാകുവാൻ, അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, പാപങ്ങളിൽ നിന്ന് വിട്ട് മാറി വരുവാൻ തക്കവണ്ണം അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, അങ്ങനെയുള്ള പ്രാർത്ഥനാ വീരന്മാരെ, കാവൽക്കാരെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. തീഷ്ണതയുള്ള മധ്യസ്ഥത ചെയ്യുന്നവരായിട്ട്. ഇസ്രായേൽ ജനം വിഗ്രഹാരാധനയിലേക്ക് നീങ്ങിയപ്പോൾ നമുക്കറിയാം, ആ ദൈവത്തിൻ്റെ കൽപ്പന വാങ്ങുവാൻ മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയപ്പോൾ ജനം അവിടെ ചെയ്ത കാര്യം നമുക്കറിയാവുന്നതാണ്. ദൈവം അവരെ ആ വിഗ്രഹാരാധനയിലേക്ക് നീങ്ങിയപ്പോൾ ദൈവം തീരുമാനിച്ച കാര്യമാണ് അവരെ
നശിപ്പിച്ചു കളയും. കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കിയാൽ, ഞാൻ അവരെ നശിപ്പിച്ചു കളയും. ഈ ജനത ഇനി ഒട്ടും ശേഷിച്ചിരിപ്പിക്കാനായിട്ട് സാധ്യമല്ല. നോഹയുടെ കാലഘട്ടത്ത് ജലപ്രളയത്താൽ നശിപ്പിച്ചതുപോലെ, സൊദോം ഗൊമോറയെ നശിപ്പിച്ചതുപോലെ ഒക്കെ ഈ ജനത്തെ നശിപ്പിക്കുവാനായിട്ട് പോകുകയാണ് എന്നുള്ള ഒരു തീരുമാനമാണ് ദൈവം അവിടെ കൈക്കൊണ്ടത്. എന്നാൽ അതിൽ നിന്നും അവരെ വിടുവിക്കുവാൻ തക്കവണ്ണം ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ ഈ ജനത്തിനും ദൈവത്തിനും മധ്യേ ഇടിവിൽ നിൽക്കുന്ന കാഴ്ച നമുക്ക് മോശയിലൂടെ കാണുവാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, എങ്കിലും എന്ന് പറഞ്ഞാൽ അവർ ചെയ്തത് മഹാപാതകം തന്നെയാണ്, വളരെ തെറ്റ് തന്നെയാണ് അവർ ചെയ്തത്. എന്നിട്ട് മോശ പ്രാർത്ഥിക്കുകയാ, പല കാര്യങ്ങൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത, അവരോട് കാണിച്ച ദയയെക്കുറിച്ചൊക്കെ എടുത്തെടുത്ത് അവിടെ പറയുന്നുണ്ട്. പറഞ്ഞതിന് ശേഷം മോശ പ്രാർത്ഥിക്കുകയാണ്, എങ്കിലും അവരുടെ പാപം ക്ഷമിക്കണമേ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ വളരെ തെറ്റിപ്പോയ ജനതയാണ്, എങ്കിലും അവരുടെ പാപം ക്ഷമിക്കണമേ. അടുത്ത് പറയുന്ന വാക്ക് വളരെയധികം ദൈവത്തെ വളരെയധികം പിടിച്ചു കുലുക്കിയ ഒരു വാക്ക് തന്നെയാണ്. അല്ലെങ്കിൽ അവരെ രക്ഷിച്ചില്ല എങ്കിൽ നീ എഴുതിയ എൻ്റെ പുസ്തകത്തിൽ നിന്നും എൻ്റെ പേര് മായിച്ചു കളയണമേ എന്ന് പറഞ്ഞാൽ എന്താ? അവരെ രക്ഷിച്ചില്ല എങ്കിൽ എനിക്കിനി ഈ ഭൂമിയിൽ ജീവിക്കണ്ട, എന്നെ ഈ ഭൂമിയിൽ ആക്കി വെച്ചത് മതി. നീ എഴുതിയ നിന്റെ ജീവന്റെ പുസ്തകത്തിൽ നിന്നും എൻ്റെ പേര് മായിച്ചു കളയണമേ എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് ഈ ഭൂമിയിൽ തുടരേണ്ട ആവശ്യമില്ല, ഇവരെ നടത്തേണ്ട ആവശ്യമില്ല. എത്ര മുട്ടിപ്പായിട്ടുള്ള ദൈവത്തെ പിടിച്ചു കുലുക്കുന്ന എന്നൊക്കെ വേണമെങ്കിൽ പറയാം തൻ്റെ പ്രാർത്ഥന. മോശയോട് ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്തെടുത്ത് പറഞ്ഞ് ഓർപ്പിച്ച് യാചിക്കുകയാണ്. 33:17 ദൈവം അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട് മോശയ്ക്ക്. എന്താണ് കൊടുത്തത്? മോശയോട് പറയുകയാണ്, നീ പറഞ്ഞ വാക്കുപോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. മോശയെ ദൈവത്തിന് അടുത്തറിയുവാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള ജനത്തിനു വേണ്ടി നിലകൊള്ളുന്ന ആ അപേക്ഷയിലൂടെ, ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ആ സ്വഭാവത്തിലൂടെ. അവർ പാപം ചെയ്തു, അവർ എങ്ങനെയും പോട്ടെ, അവരെ നശിപ്പിച്ചോട്ടെ, അവർ അങ്ങ് തൊലഞ്ഞോണ്ട് പോട്ടെ എന്നുള്ള വിചാരമല്ല മോശയ്ക്കുണ്ടായത്. അവരെങ്ങനെയും രക്ഷിക്കണം, അവരെ നാശത്തിൽ നിന്ന് വിടുവിക്കണം. ദൈവം അവരെ നശിപ്പിച്ചാൽ അത് ശരിയാകില്ല എന്നുള്ള ബോധത്തിൽ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന മോശയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സംഭവം 106-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ എടുത്ത് പറയുന്നുണ്ട്. 23-ാമത്തെ വാക്യത്തിൽ, ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. ദൈവം അരുളി ചെയ്തു, ഞാൻ അവരെ നശിപ്പിച്ചു കളയും. എന്നാൽ അവിടെ അടുത്ത് പറയുന്നുണ്ട്, അവൻ്റെ വ്രതനായ മോശ കോപത്തെ ശമിപ്പിക്കുവാൻ അവൻ്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ല എങ്കിൽ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. നോക്കിയേ, 10-20 ലക്ഷത്തിലധികം വരുന്ന ജനതയെ ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, ദൈവം നശിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ച ആ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ ഒരു വ്യക്തി ഇടിവിൽ നിന്നപ്പോൾ കഴിഞ്ഞു എന്നുള്ളത് എത്രയോ പരമാർത്ഥമായ കാര്യമാണ്. മോശ ശരിക്കും മോശയെ ഏൽപ്പിച്ച ജനത്തിൻ്റെ കാവൽക്കാരനായിട്ട് അവിടെ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതാണ് ദേശത്തിൻ്റെ കാവൽക്കാരൻ എന്ന് പറയുന്നത്. അബ്രഹാം ഇതുപോലെ ഇടിവിൽ നിന്നിട്ടുണ്ട്. അബ്രഹാമിൻ്റെ ഭവനത്തിൽ ദൂതന്മാർ വന്നതിന് ശേഷം സോദോമിലേക്ക് തിരിഞ്ഞു പോകുവാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ സ്നേഹിതനായ അബ്രഹാമെ, നിന്നോട് ഞാൻ എന്തെങ്കിലും മറച്ചു വയ്ക്കുമോ എന്ന് പറഞ്ഞിട്ട് സോദോമിൻ്റെ നാശത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ദൂതന്മാർ അത് അറിയിച്ചതിന് ശേഷം അവർ തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്നത്, അവൻ അവിടെ തന്നെ നിന്നു. ദൂതന്മാർ തിരിഞ്ഞ് സോദോമിലേക്ക് പോവുകയാണ്. അവിടുത്തെ കാഴ്ച ഒന്നുകൂടെ പരിശോധിക്കുവാനും
ദൈവം അവരെ നിയോഗിച്ച കാര്യം നിറവേറ്റുന്നതിന് വേണ്ടി, നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാഴ്ചയ്ക്കായി ദൂതന്മാർ അവിടേക്ക് പോകുകയാണ്. എന്നാൽ ആ ദൂതന്മാരെ യാത്രയാക്കുവാൻ അബ്രഹാം ഏതുവരെ വന്നോ അവിടെ നിന്ന് മടങ്ങി പോകാതെ ഈ വർത്തമാനം കേട്ടപ്പോൾ അവിടെ തന്നെ നിന്നുകൊണ്ട് അബ്രഹാം ദൈവത്തോട് മൽപ്പിടിക്കുകയാണ്. യാക്കോബ് മൽപ്പിടിച്ചതുപോലെ തന്നെ, ദൈവമേ 50 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ അവനെ നശിപ്പിക്കും. ഒരു പട്ടണത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന അബ്രഹാം, ഇല്ല. 45 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ഇല്ല. 40 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ഇല്ല. പിന്നെ അതിൻ്റെ പ്രപ്പോർഷൻ കുറച്ച് കൊണ്ടുവന്നു. 30 പേരുണ്ടെങ്കിലോ, 20 പേരുണ്ടെങ്കിലോ, 10 പേരുണ്ടെങ്കിലോ ഇല്ല, നശിപ്പിക്കുക. അബ്രഹാം അവിടെ ഇടിവിൽ നിൽക്കുകയാണ്. ആ അബ്രഹാമിൻ്റെ നിലവിളിയായിരിക്കാം ലോത്തിനെയെങ്കിലും രക്ഷിപ്പാൻ തക്കവണ്ണം ദൈവം പ്രസാദിച്ചു. എന്നാൽ ലോത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രവൃത്തി അവൻ്റെ നാശത്തിലേക്കാണ് പിന്നെ നയിച്ചത് എന്ന് നമുക്കറിയാം. എന്നാൽ ആ നാശത്തിൽ നിന്നും ലോത്തിനെയും കുടുംബത്തെയും വിടുവിപ്പാൻ തക്കവണ്ണം ദൈവം പ്രസാദിച്ചതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അബ്രഹാം ഇടിവിൽ നിന്നതുകൊണ്ട് തന്നെയാണ്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകം 18:22. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, കാവൽക്കാരായി നിൽക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്വസ്ഥത ഇല്ലാത്തവരായി അബ്രഹാമിന് സ്വസ്ഥതയൊക്കെ പോയി ആ വാക്ക് കേട്ടപ്പോൾ. മോശയെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. സ്വസ്ഥതയില്ലാത്തവരായി ദൈവത്തിനും മനുഷ്യർക്കും ഇടിവിൽ നിൽക്കുന്ന ജനത ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയാണ്. ദൈവം ഇങ്ങനെ ദൈവജനത്തിനും അല്ലെങ്കിൽ ജനത്തിനും ദൈവത്തിനും ഇടയിലായിട്ട് നിൽക്കുന്നവരെ നോക്കി ദൈവം ഇരിക്കുകയാണ്. സമയഭേദമന്നെ, രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 2:18 നാം വായിക്കുന്നുണ്ട്, അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. സിയോൻ പുത്രിയുടെ മതിലെ, രാവും പകലും ഓലോല കണ്ണീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത്. ദേശത്തിൽ നടക്കുന്ന അധാർമികതയും മറ്റു കൊള്ളരുതായ്മകളും മറ്റും പലതരത്തിലുള്ള കാര്യങ്ങളും ദൈവജനത്തെ നശിപ്പിക്കുന്നതും ദൈവജനം ഏൽക്കുന്ന ഉപദ്രവവും ഒക്കെ കണ്ടുകൊണ്ട് നാം വെറുതെ ഇരിക്കേണ്ടവരല്ല. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്. അതിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഇതാണ് നാം ഒന്നാമതായിട്ട് അവിടെ ആ വാക്യത്തിൽ കാണുന്നത്. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. രണ്ടാമത് അവിടെ കാണുന്ന ഒരു വാക്കുണ്ട്, സ്വസ്ഥതയില്ലാത്തവരായി ദൈവത്തെ ഓർപ്പിക്കണം എന്നുള്ളതാണ്. സ്വസ്ഥതയില്ലാത്തവരായി ഓർപ്പിക്കണം. നാം സ്വസ്ഥതയില്ലാത്തവരായിട്ട് തീരുന്നത് എപ്പോഴാണ്? നാം എപ്പോഴാണ് സ്വസ്ഥതയില്ലാത്തവരായിട്ട് മാറുന്നത്? എന്തെങ്കിലും ആവശ്യത്തിൻ്റെ വളരെയധികം ആഗ്രഹം നമ്മിൽ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിൻ്റെ തീവ്രത നമ്മിൽ ഉള്ളപ്പോഴാണ് നാം പലപ്പോഴും അസ്വസ്ഥരായിട്ട് സ്വസ്ഥതയില്ലാത്തവരായിട്ട് മാറുന്നത്. ഇവിടെ പറയുന്ന സ്വസ്ഥതയില്ലാത്തവരായി ദൈവത്തെ ഓർപ്പിക്കുന്ന ജനതയാണ് കാവൽക്കാർ എന്നുള്ളതാണ്. ദൈവം ഒരിക്കലും മറന്നു പോകുന്നവരല്ല. എന്നാൽ നാം മറന്നുപോയിട്ടില്ല, നാം ഉദാസീനതരല്ല എന്ന് ദൈവത്തെ ഓർപ്പിക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും. ദൈവത്തെ ഓർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം മറന്നുപോയി എന്നുള്ളതല്ല, നാം മറന്നുപോയിട്ടില്ല, നമുക്കതിനെക്കുറിച്ച് തീവ്രമായ വേദനയും ആഗ്രഹവും ഉണ്ട് എന്നുള്ള കാര്യം ദൈവത്തോട് അറിയിക്കുന്ന അതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. വിലാപങ്ങൾ 2:18 നാം അതാണ് കണ്ടത്, നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത്. 2:19 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, രാത്രിയുടെ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ ദൈവസന്നിധിയിൽ പകരുക. ഏതു സമയമെന്നില്ലാതെ രാത്രിയുടെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ ദൈവസന്നിധിയിൽ പകരുക. യിരെമ്യാവ് ഇസ്രായേൽ ശേഷിപ്പിനോട് ആഹ്വാനം ചെയ്യുകയാണ്, സ്വസ്ഥതയില്ലാത്ത ദൈവത്തെ ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സ് നമ്മിലുണ്ടാകണം. നമ്മൾ ഒരിക്കലും ലെറ്റ് യുവർ ടിയേഴ്സ് ഫ്ലോ ലൈക്ക് എ റിവർ ഡേ ആൻഡ് നൈറ്റ്, ഗിവ് യുവർസെൽഫ് നോ റിലീഫ്, യുവർ ഐസ് നോ റെസ്റ്റ്,
pour out your heart like a water. നമ്മുടെ ഹൃദയത്തെ വെള്ളം പോലെ ദൈവസന്നിധിയിൽ പകരുന്ന, വളരെയധികം ഫ്ലോ ആയിട്ട് ദൈവത്തോട് സംവദിക്കുന്ന ഒരു രംഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. രാത്രിയുടെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നാം സങ്കീർത്തനത്തിൽ ദാവീദിനെ കുറിച്ച് വായിക്കുമ്പോൾ ഞാൻ അധികാലത്തെ ഉണരും. ഇതിനു വേണ്ടി എന്നാണ് അവിടെ പറയുന്നത്, ഞാൻ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കും. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ച് ആനന്ദിക്കും. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ നിന്റെ വചനത്തിൽ പ്രത്യാശ വയ്ക്കും. അവിടെ എല്ലാം, ഈ ഭാഗങ്ങളെല്ലാം അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, ഞാൻ അധികാലത്തെ ഉണരും. ഈ കാര്യങ്ങൾക്ക് വേണ്ടി, നിന്റെ രൂപം കണ്ട് തൃപ്തനാകുന്നതിന് വേണ്ടി, നിന്റെ പ്രാർത്ഥനയിൽ ഞാൻ ജാഗരിക്കുന്നതിന് വേണ്ടി, വചനത്തിൽ പ്രത്യാശ വയ്ക്കുന്നതിന് വേണ്ടി, നിന്റെ ദയയെക്കുറിച്ച് ഘോഷിക്കുന്നതിന് വേണ്ടി ഞാൻ അധികാലത്തെ ഉണരും. ദാവീദിന്റെ ജീവിതത്തിൽ അത് ഏറ്റവും കാണാനായിട്ട് കഴിയും. രാത്രിയുടെ യാമാരംഭത്തിങ്കൽ നിങ്ങൾ എണീറ്റ് ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും ഒരിക്കലും വിശ്രമമില്ലാതെ നിറവേറ്റേണ്ട ഒരു ചുമതലയാണ് കാവൽക്കാരൻ്റെ ചുമതല എന്ന് പറയുന്നത്. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഇവർ രക്ഷിക്കപ്പെടണമെന്നത് എൻ്റെ ഹൃദയവാഞ്ചയാണ്. ഹൃദയവാഞ്ച, ഇത്തരത്തിലുള്ള ഹൃദയവാഞ്ചയുള്ളവർക്ക് മാത്രമേ അതിനുവേണ്ടി പ്രാർത്ഥിപ്പാനും ഉണർവിന് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവജനത്തിൻ്റെ നശിച്ചു പോകുന്ന ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുമായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കുന്നത് ആവശ്യമാണ്. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്. മൂന്നാമതാം വാക്യത്തിൽ കാണുന്ന മറ്റൊരു കാര്യമാണ്, ദൈവത്തിന് സ്വസ്ഥത കൊടുക്കരുത്. ഇതെന്താണെന്ന് ഞാൻ പലപ്പോഴും ചിന്ത, ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാതിരിക്കാൻ, അങ്ങനെ ദൈവത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തുവാനായിട്ട് നമുക്ക് കഴിയുമോ? 62-ന്റെ 7-ാം വാക്യത്തിലാണ് നാം വായിക്കുന്നത്, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയം ആക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കുകയുമരുത്. ഗീവ് യുവർ സെൽഫ് നോ റെസ്റ്റ്, മാത്രമല്ല ഗീവ് ഹിം നോ റെസ്റ്റ്. നിനക്ക് സ്വസ്ഥത കൊടുക്കരുതെന്ന് മാത്രമല്ല, ദൈവത്തിന് സ്വസ്ഥത കൊടുക്കരുത് എന്നാണ്. ദൈവത്തിന് സ്വസ്ഥത കൊടുക്കരുത്. മഹത്തായ മഹാദൈവത്തിന് സ്വസ്ഥത കൊടുക്കാത്തവരായി തീരുന്ന ഒരു സമൂഹം, ഇത് സാധ്യമാണോ എന്ന് നാം പലപ്പോഴും ചിന്തിക്കാം. അയ്യോ, അങ്ങനെ ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാതിരിക്കാനായിട്ട് നമുക്കെങ്ങനെ കഴിയും? യാചിക്കുന്നതിനെ കുറിച്ചുള്ള ഉപമയിൽ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 1 മുതൽ 8 വരെ തന്നെ വായിക്കേണ്ടതാണെങ്കിലും 5-ാമത്തെ വാക്യത്തിൽ നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഈ പരീശന്മാര് കരുതിയിരുന്നത് ഇങ്ങനെയാണ്, ഒരു ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മതി. അതാണ് പരീശന്മാരുടെ രീതി എന്ന് പറയുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു ഉപമയാണ്, ഈ ഒരു വിധവയുടെ ശത്രു അവൾക്കെതിരെ വളരെയധികം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച് അവിടുത്തെ ഒരു ന്യായാധിപന്റെ അടുക്കൽ സമീപിച്ചു. പല പ്രാവശ്യം സമീപിച്ചു. എത്ര സമീപിച്ചിട്ടും ഈ വിധവയുടെ കാര്യത്തിൽ ആ ന്യായാധിപൻ ശരിയായ തരത്തിൽ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ അവിടെ വായിക്കുന്നത്, എങ്കിലും വിധവ എന്നെ അസഖ്യമാക്കുന്നത് കൊണ്ട്, എനിക്ക് യാതൊരു സ്വസ്ഥതയും നൽകാത്തത് കൊണ്ട് ഞാൻ എണീക്കും, ഞാൻ പ്രതിക്രിയ നടത്തി അവളെ രക്ഷിക്കും, ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടുവിക്കുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അസഹ്യപ്പെടുത്തുക, ദൈവത്തെ അസഹ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനോട് മുട്ടിപ്പായിട്ട് വളരെയധികം തീവ്രമായ ആഗ്രഹത്തോടുകൂടെ എനിക്കത് ലഭിച്ചേ മതിയാകൂ, അത് സംഭവിച്ചേ മതിയാകൂ എന്നുള്ള തീവ്ര വേദനയോടുകൂടെ, ആവശ്യബോധത്തോടുകൂടെ ദൈവത്തോട് യാചിക്കുന്ന അനുഭവമാണ് ദൈവത്തെ അസഹ്യപ്പെടുത്തുക. നാം എത്രത്തോളം പ്രാർത്ഥനയിൽ ഈ കാവൽക്കാരൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു? മനുഷ്യാത്മാവിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രവൃത്തി, ഇതിൽ പകരം മറ്റൊരു പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. അസഹ്യപ്പെടുത്തുക, അടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നാം സംശയം, ഭയം, നിരാശ, അധൈര്യം, പരാജയബോധം ഇവയ്ക്കൊന്നും ഇട കൊടുക്കാതെ ആത്മവിശ്വാസത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ ആശ്രയിക്കുന്ന ആ വിധവ വിട്ടുമാറാതെ
പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിവാൻ നോക്കിയെങ്കിലും വിട്ടുമാറാതെ അസഹ്യപ്പെടുത്തതി കൊണ്ട് ദൈവം അവിടെ എണീറ്റ് പ്രതിക്രിയ നടത്തി. ഞാൻ എന്നാണ് അവിടെ പറയുന്നത്. എഴുന്നേറ്റ് പ്രതിക്രിയ നടത്തി രക്ഷിക്കാതിരിക്കും. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 8-ാം വാക്യത്തിൽ മറ്റൊരു ഉപമ പറയുന്നുണ്ട്. അപ്പത്തിനായിട്ട് യാചിക്കുന്ന സ്നേഹിതൻ്റെ ഉപമ. അവിടെ ഒരു ഭവനത്തിൽ അവൻ്റെ സ്നേഹിതന്മാർ വന്നു. കൊടുക്കുവാനായിട്ട് എന്തില്ല? അപ്പമില്ല. അവൻ എണീറ്റ അടുത്ത് അവൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ ചെന്ന് മുട്ടുകയാണ്. മുട്ടിയപ്പോൾ ആദ്യം പറഞ്ഞു, അയ്യോ എനിക്കിപ്പോൾ എണീക്കാൻ വയ്യ, ഞാൻ കുഞ്ഞുങ്ങളുടെ കൂടെ ഇവിടെ ഒരുമിച്ച് കിടക്കുകയാണ്, തണുപ്പുള്ള രാത്രിയാണ്, ഇവിടെ ഇപ്പോൾ ഈ ഇതിൽ നിന്ന് എണീറ്റ് വന്ന് നിന്നെ രക്ഷിക്കും, നിനക്ക് തരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു ഉപമയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും. അസഹ്യപ്പെടുത്തുക എന്ന് മാത്രമല്ല, നാം യാതൊരു ലജ്ജയും കൂടാതെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ആവശ്യബോധം ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു ലജ്ജയും ഉണ്ടാകുവാനുള്ള വഴിയില്ല. ഒരു ലജ്ജയും ഉണ്ടാകേണ്ട കാര്യമില്ല. ആവശ്യം ന്യായമാണെങ്കിൽ, അത് നടക്കേണ്ടതാണെങ്കിൽ, അത് ചോദിക്കുന്ന ആ വ്യക്തിയുടെ മഹാത്മ്യം നാം ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്ക് യാതൊരു ലജ്ജയും ഉണ്ടാകേണ്ട ആവശ്യമില്ല. അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും. ഇത് പറഞ്ഞിട്ടാണ് കർത്താവായ യേശുക്രിസ്തു 11:9 പറയുന്നത്, യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവിൻ എന്നാൽ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ തുറക്കും. ഈ ഉപമ പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, ഓയ്യേ ദൈവം നമ്മോട് പറയുക, നിങ്ങൾ ലജ്ജ കൂടാതെ മുട്ടും. നിങ്ങളുടെ ആവശ്യം ഞാൻ ശരിക്കൊന്ന് മനസ്സിലാക്കട്ടെ. ഇസ്രായേൽ മക്കളുടെ നിലവിളിക്ക് അവരുടെ പാപം ക്ഷമിച്ച് പലരും പല പ്രാവശ്യം ഇടിവിൽ നിന്നിട്ട് അവരുടെ പാപത്തെ ക്ഷമിച്ച് ദൈവം കരുണ കാണിച്ച വലിയവനായ ദൈവം നമുക്കും നമ്മുടെ ആവശ്യബോധത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥന, ഒരു കാവൽക്കാരൻ്റെ ചുമതല, ശരിക്കും ഏറ്റവും വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ചുമതലയാണ് കാവൽക്കാരൻ. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലുമൊക്കെ സാത്താൻ്റെ പ്രവർത്തനം വളരെയധികം വർദ്ധിച്ചു വരുന്നുവെങ്കിൽ, ഭിന്നതകളുടെ സ്വരം ഉയർന്നു വരുന്നുവെങ്കിൽ അതിനേറ്റവും പ്രധാനപ്പെട്ട കാരണം കാവൽക്കാരില്ല എന്നുള്ളത് തന്നെയാണ്. കാവൽക്കാർ കുറയുമ്പോൾ തീർച്ചയായിട്ടും സാത്താൻ കടന്നു കയറും. എവിടെയായാലും അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഇങ്ങനെ അലറുന്ന സിംഹം പോലെ ഇങ്ങനെ നടക്കുകയാണ് അല്പമിടത്തിന് വേണ്ടി. എന്നാൽ കാവൽക്കാർ വളരെ സൂക്ഷ്മതയോടെ കാവൽ കാക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും അത് സഭയിലുമൊക്കെ ശരിയായി കാവൽ കാക്കുന്ന, ഈ രാവും പകലും വിശ്രമമില്ലാതെ ഓലോല കണ്ണീരൊഴിക്കും അങ്ങനെയുള്ള പിതാക്കന്മാർ മാതാക്കന്മാരൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, അത് ഏറ്റവും ദൈവം പ്രസാദിക്കുകയും ദൈവം വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മോശയെ ഓർത്ത് വിടുവിച്ച, അബ്രഹാമിനെ ഓർത്ത് വിടുവിച്ച, ഇങ്ങനെ എത്രയോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരോട് കരുണ കാണിച്ച് ഒരു സമൂഹത്തെ, കുടുംബത്തെ ഒക്കെ രക്ഷിച്ച നിരവധി ഉദാഹരണങ്ങൾ നമുക്കെടുത്ത് കാണിക്കുവാനായിട്ട് ദൈവവചനത്തിൽ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നമ്മുടെ സജിമേത്തി സോരൻ കർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് 3-4 ക്ലാസ്സുകൾ എടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രാർത്ഥന, കർത്താവ് അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു എന്ന് കാണുന്നു. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം. കർത്താവ് തന്നെ പ്രാർത്ഥിച്ചു കാണിച്ചതാണ്. ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാനായിട്ട് പഠിപ്പിച്ചതാണ്. മാത്രമല്ല, ചുങ്കക്കാരൻ്റെയും പരീശന്റെയും പ്രാർത്ഥന എന്ന ഉപമയിലൂടെ നിങ്ങൾ എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കൊടുത്തതാണ്. കർത്താവ് പ്രാർത്ഥിച്ച ഏതാണ്ട് 15ഓളം റെഫറൻസ് രേഖപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. അത് എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ചതാണ് അല്ലേ? മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ അധികാലത്ത് ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ്, താൻ ഒരുക്കളിൽ പോയി പ്രസംഗിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായി സുവിശേഷം 23-ലും മർക്കോസ് സുവിശേഷം 46-ലും അവൻ ശുശ്രൂഷ നിർവഹിച്ച ശേഷം വൈകുന്നേരം തനിയെ പ്രാർത്ഥിപ്പാൻ പോയി എന്ന് എഴുതിയിരിക്കുന്നു. തുടങ്ങുന്നതിന് മുമ്പ്, നിർവഹിച്ച് തീർന്നതിന് ശേഷം. കർത്താവ് അങ്ങനെ തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചുവെങ്കിൽ, നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം താൻ നിർവഹിച്ച് കഴിഞ്ഞ അതിനെ ഓർത്ത് പ്രാർത്ഥിച്ചുവെങ്കിൽ,
നാം എന്തുമാത്രം. ലൂക്കോസ് സുവിശേഷം 3:21 സ്നാനം ഏറ്റ് കഴിഞ്ഞ ഉടനെ ദൈവം പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ, പ്രാവിൻ്റെ രൂപത്തിലല്ല, പ്രാവെന്ന പോലെ തൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. കർത്താവ് സ്നാനമേറ്റതിന് ശേഷം പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ശിഷ്യന്മാർ ആ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ജനമൊക്കെ അങ്ങ് വശരായി. ശിഷ്യന്മാരെ നിർബന്ധിച്ച് പടക് കയറി അക്കരെ പോകാനായിട്ട് പറഞ്ഞിട്ട് കർത്താവ് പ്രാർത്ഥിപ്പാനായിട്ട് മർക്കോസ് 10 സുവിശേഷം 14:23 അത് കാണുവാനായിട്ട് കഴിയും. ലൂക്കോസ് 5:15-16 വാക്യങ്ങളിൽ ഒരു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ആ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയതിന് ശേഷം കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദർഭങ്ങളൊക്കെ നിങ്ങൾ കുറിച്ചെടുത്ത് പോയി വീട്ടിൽ വെച്ച് വായിച്ചാൽ ഈ കർത്താവിൻ്റെ പ്രാർത്ഥനകളൊക്കെ വളരെയധികം ചിന്തിക്കാവുന്നതാണ്. ലൂക്കോസ് 5:15-16 കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതിന് ശേഷം താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ലൂക്കോസ് 6:12-13 വാക്യങ്ങളിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് താൻ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് അവൻ 12 പേരെ തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരുകൾ അവിടെ പറഞ്ഞു വന്നിട്ടുണ്ട്. നോക്കിയേ കർത്താവിൻ്റെ പ്രാർത്ഥന. 7 ലൂക്കോസ് സുവിശേഷം 9:29 മറുരൂപമലയിൽ അവൻ കർത്താവ് രൂപാന്തരപ്പെടുന്ന ഒരു രംഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മോശയും ഏലിയാവും പ്രത്യക്ഷനാകുന്ന ആ രംഗം. അവിടെ അത് സംഭവിക്കുന്നത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. യാക്കോബും യോഹന്നാനും പത്രോസുമായി ആ മലയിലേക്ക് കടന്നുപോയി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ സംഭവം അവിടെ നടക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 10:21 70 പേരെ താൻ വിവിധ സ്ഥലങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാനായിട്ട് പറഞ്ഞയച്ചു. അവർ വന്നിട്ട് അവർ വളരെയധികം കാര്യങ്ങൾ ചെയ്തതായിട്ട്, ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞ് വളരെയധികം പ്രശംസിച്ചു. അപ്പോൾ ദൈവം ചെയ്ത കാര്യം പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ദൈവം നൽകുന്ന നന്മകൾ, ചില അനുകൂല സാഹചര്യങ്ങൾ നാം സുവിശേഷം അറിയിക്കുവാൻ പോകുമ്പോൾ അനുകൂലമായ കാര്യങ്ങൾ കണ്ട് നാം ദൈവത്തെ സ്തുതിപ്പാൻ എത്രയോ കടപ്പെട്ടവരാണ്. കർത്താവ് 70 പേരുടെ സുവിശേഷം അറിയിച്ചിട്ട് മടങ്ങി വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല ലൂക്കോസ് സുവിശേഷം 11:2 വാക്യം മുതലാണ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കുന്നത്. ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശിഷ്യന്മാർ അടുത്ത് വന്നിട്ട് പറയുന്നത്, ഞങ്ങളെയും പ്രാർത്ഥിക്കാനായിട്ടൊന്ന് പഠിപ്പിക്കണമേ. ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. നമുക്കിനി എത്ര സന്ദർഭങ്ങൾ വേണം. ലാസറിൻ്റെ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വലിയവനായ ദൈവം, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. യോഹന്നാൻ സുവിശേഷം 11:41 അത് കാണുന്നത്. യോഹന്നാൻ സുവിശേഷം 12:20-28 വരെയുള്ള വാക്യങ്ങളിൽ ചില യവനന്മാർ യേശുവിനെ കാണുവാനായിട്ട് വന്നപ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത്. യവനന്മാർ യേശുവിനെ കാണുവാൻ കടന്നു വരുമ്പോൾ കർത്താവ് അവിടെ പ്രാർത്ഥിക്കുകയാണ്. മത്തായി സുവിശേഷം 26:36-45 വരെയും ലൂക്കോസ് സുവിശേഷം 22:44 വരെയും നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഗത്സമന തോട്ടത്തിൽ കവിണ്ണു വീണ് പ്രാർത്ഥിക്കുന്ന വലിയവനാണ്. താൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ആ കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി കാൽവറി ക്രൂശിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏറ്റവും വേദനയേറിയ പ്രാർത്ഥന. മനസ്സ് വളരെ വ്യാകുലപ്പെട്ട്, ദുഃഖിച്ച് വ്യാകുലപ്പെട്ട് അസ്വസ്ഥമായി നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന. അവിടെ അവസാനിക്കുന്നില്ല. ക്രൂശിൽ വെച്ച് താൻ പല പ്രാർത്ഥനകൾ നടത്തി. ശത്രുക്കൾക്ക് വേണ്ടി ക്രൂശിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ന് അലറി വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല അവസാനം താൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് പരമേൽപ്പിച്ചത്. തൻ്റെ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ സ്നാനമേറ്റ് തുടങ്ങിയ പ്രാർത്ഥന താൻ അവസാനിപ്പിക്കുന്നത് തൻ്റെ ജീവൻ പോകുന്ന സമയം വരെ. താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത് പ്രാർത്ഥനയോടുകൂടെ, താൻ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട്. എത്ര സന്ദർഭം കർത്താവ് പ്രാർത്ഥനയിൽ ഇത്രത്തോളം ജാഗരിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ, നാം എത്രത്തോളമായിരിക്കും? കാവൽക്കാർ ആണോ?
നാം ദേശത്തിൻ്റെ കാവൽക്കാരാണ്. അതോ ഉറങ്ങിയും മയങ്ങിയും സാത്താനെ, കള്ളനെ കടത്തിവിടുവാൻ അനുവദിക്കുന്ന, കള്ളൻ കടന്നു വരുന്നത് കണ്ടിട്ട് യാതൊരു ചഞ്ചലവുമില്ലാതെ കഴിയുന്ന തരത്തിൽ ആണോ എന്ന് നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടത് ആവശ്യം. കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ ഭാര്യാഭർത്താക്കന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ച്, പ്രാർത്ഥിപ്പാനല്ലാതെ നിങ്ങൾ തമ്മിൽ വേർപെട്ടിരിക്കരുത് എന്നുള്ള പ്രാർത്ഥനയ്ക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുക. വിവേകത്തോടുകൂടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടുകൂടെ ഭാര്യമാരോട് ജീവിക്കണമെന്ന് പത്രോസ് ഉദ്ബോധിപ്പിക്കുന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. മാത്രമല്ല സഭ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എത്രയോ ഭാഗങ്ങളിൽ, അതുമാത്രമല്ല ഒരു സഭയുടെ പ്രധാനപ്പെട്ട ഈ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്ന് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. സഭയുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് ഉപദേശം കേൾക്കുക, കൂട്ടായ്മ ആചരിക്കുക, പിന്നെ അപ്പം നുറുക്കുക, പിന്നെ അടുത്ത് പറയുന്നത് പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പം നുറുക്കുന്നതിനും അതുപോലെ തന്നെ കൂട്ടായ്മ ആചരിക്കുന്നതിനും അതുപോലെ തന്നെയാണ് മറ്റു ഉപദേശം കേൾക്കുന്നതിലും അതിലും ഒട്ടും ഒരു കുറവും അല്ലാത്ത ഒരു കാര്യം തന്നെയാണ് സഭയെ ഫലമേൽപ്പിച്ചിരിക്കുന്നതായ കാര്യം. പ്രാർത്ഥന കഴിച്ചു പോകും. സഭയായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായിരുന്ന വിടുതലുകൾ നമുക്ക് എത്ര അറിയുവാനായിട്ട് സാധിക്കും. പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടപ്പോൾ നാം അവിടെ വായിക്കുന്നത് സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു എന്നാണ് വായിക്കുന്നത്. കഷ്ടതകളിലും അവർ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകൾ ഞാൻ അധികം നീട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് പ്രസംഗിക്കേണ്ട വിഷയമല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ്. കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നു, നമ്മെ കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നു. നാം എത്രത്തോളം ആ ജോലി, നാം ലോകത്തിൻ്റെ വെളിച്ചം, ഭൂമിയുടെ ഉപ്പ് എന്നൊക്കെ പറയുന്നതിൽ എത്രയോ വലിയ ഒരു ഉത്തരവാദിത്വമാണ് നമ്മെ ഇവിടെ കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നു. സ്വസ്ഥതയില്ലാത്തവരായിട്ട് രാവും പകലും നാം ആ ജോലി ചെയ്യുക, നമുക്ക് തന്നെ സ്വസ്ഥതയില്ലാത്തവരായി, ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാത്തവരായിട്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ നാം എത്രത്തോളം ബാധ്യസ്ഥരാണ്. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള ഉപമയിൽ കർത്താവ് പറയുന്ന പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയിൽ, പരീശൻ പ്രാർത്ഥിക്കുന്നത് അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങ് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ചുങ്കക്കാരനോ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ പോലും മനസ്സുവയ്ക്കാതെ ഞാൻ അവൻ്റെ കുറ്റവും കുറവും ഒക്കെ സമ്മതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതാണ് ദൈവത്തിന് ഇഷ്ടം. ദൈവത്തിനുള്ള ഇഷ്ടം അതാണ്. നമ്മുടെ എന്തെങ്കിലും നന്മകൾ, നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉയർത്തി പൊക്കി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല. നമ്മുടെ കുറവുകളും നാം ദൈവസന്നിധിയിൽ ഒന്നുമില്ലാത്തവരാണെന്ന് നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ദൈവത്തിന് ഏറ്റവും സുഗ്രാഹ്യമായ പ്രാർത്ഥന. 2 ദിനവൃത്താന്തം 7:14 നാം എപ്പോഴും ഉച്ചരിക്കുന്ന ഒരു വാക്യമാണല്ലോ. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുക, നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ കാര്യമാണ്. ദാനിയേൽ 9-ാം അധ്യായം 4-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെ നീണ്ടു നിൽക്കുന്നത് ദാനിയേലിൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ശരിക്കും ഒന്ന് വായിച്ച് പഠിച്ചാൽ എന്തൊക്കെയാണ് ദാനിയേൽ അവിടെ പറയുന്നത്. ദാനിയേൽ ഇത്രയും ശുദ്ധ മനസാക്ഷിയോടുകൂടെ ജീവിച്ച, ഇത്രയും നല്ലവനായി, ഒരു കുറ്റം പോലും ദാനിയേലിൽ നമുക്ക് മറ്റു പല നീതിമാന്മാരെന്ന് പറയുന്നവർ കാണുന്ന ഒരു കുറ്റം പോലും ദാനിയേലിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ആ ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരുപാട് കുറ്റങ്ങളുള്ളതായിട്ടാണ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് 9:18 വളരെ ചിന്തനീയമായ ഒരു വാക്യമാണ്. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 18-ാമത്തെ വാക്യം. എൻ്റെ ദൈവമേ, ചെവി ചായിച്ച് കേൾക്കണമേ, കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിന്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. അടുത്തത് വളരെയധികം കുറിക്കൊള്ളേണ്ട ഒരു ഭാഗമാണ്. ഞങ്ങളുടെ നീതി പ്രവർത്തികളിൽ അല്ല, നിന്റെ മഹാകരുണയിലത്രേ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. ദാനിയേൽ പ്രാർത്ഥിക്കുക, ദാനിയേൽ പറയുക, ഞങ്ങളുടെ നീതി പ്രവർത്തികളിലല്ല. ദാനിയേൽ എത്രയോ നീതി പ്രവർത്തികൾ ചെയ്ത വ്യക്തിയാണ്. എത്രയോ നീതി പ്രവർത്തികൾ, തന്നിൽ അരുതാത്തതൊന്നും കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. എന്നാൽ അവൻ ചെയ്ത നീതി പ്രവർത്തികളെ
ഉദ്ഘോഷിച്ചുകൊണ്ട് അതെടുത്ത് പറഞ്ഞുകൊണ്ടല്ല ദാനിയേൽ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ നീതി പ്രവർത്തികളിൽ അല്ല, നിന്റെ മഹാകരുണ, ദൈവത്തിന്റെ കരുണയാണ് നമുക്ക് ആവശ്യം. അതിലാണ് ആശ്രയിക്കേണ്ടത്, നമ്മുടെ പ്രവർത്തികളിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥന അല്ല ദാനിയേലിന്റെ പ്രാർത്ഥന. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് വായിക്കുന്ന ധൂപവർഗമാണ്. ധൂപവർഗം ഇതൊരു ധൂപവർഗമാണ്. 4 ജീവികളും 24 മൂപ്പന്മാരും. അവിടെ വായിക്കുന്നത് ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം, ധൂപവർഗം നിറഞ്ഞ പൊൻകലശം പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പ്രാർത്ഥന എന്ന ധൂപകലശം ഇത് നമ്മിൽ നിന്നുയരണം ധൂപവർഗമായിട്ട്. സങ്കീർത്തനം 14:1-2 അത് തന്നെ വായിക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായി തീരട്ടെ, എൻ്റെ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ ധൂപമായി തീരട്ടെ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിലും ഈ പ്രാർത്ഥനയെ ധൂപമായിട്ട് ചിത്രീകരിച്ച് പറയും. നമ്മിൽ നിന്ന് എത്രത്തോളം ഈ ധൂപവർഗം നിറഞ്ഞ ധൂപകലശമായിട്ട് ഇത് നമ്മിൽ നിന്നും ഉയരുന്നുണ്ട്. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകൻ ഉദ്ബോധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, യെരൂശലേമേ, ഞാൻ നിന്റെ മതിലിന്മേൽ കാവൽക്കാരെയാക്കി വെച്ചിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കാതെ വിശ്രമമില്ലാതെ ചെയ്യുന്ന ജോലി. മാത്രമല്ല യഹോവയെ ഓർപ്പിക്കുക, സ്വസ്ഥതയില്ലാതെ യഹോവയെ ഓർപ്പിക്കുക. ഏതുവരെ പ്രാർത്ഥിക്കണം? യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും പോരാ, യഥാസ്ഥാനപ്പെടുത്തിയാലും പോരാ. അവിടെ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാകണം. അവരുടെ തെറ്റുകളിൽ നിന്ന് മാറി വന്നാൽ മാത്രം പോരാ, അവർ ഭൂമിയിൽ പ്രശംസാ വിഷയമാണ്. അവരുടെ പ്രാർത്ഥനയുടെ ആ വീക്ഷണം എന്ന് പറയുന്നത്, അയ്യോ അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിങ്ങോട്ട് വന്നാൽ പോരാ, അവർ ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് ഉയർത്തപ്പെടണം. അതാണ് അവിടെ പറയുന്നത്. ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാത്ത തരത്തിലുള്ള പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഈ ദിവസങ്ങളിൽ ഏറ്റവും അത്യാവശ്യമായി നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും അത്യാവശ്യമായി സാത്താൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുന്നുവെങ്കിൽ ദേശത്ത്, സഭയിൽ, കുടുംബങ്ങളിലൊക്കെ കാവൽക്കാർ കുറയുന്നു, അല്ലെങ്കിൽ കാവൽക്കാർ മയങ്ങുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്നു, അവരുടെ കടമ ശരിയായി നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് നാം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. കാവൽക്കാർ അവരുടെ ശരിയായി ജോലി കൃത്യമായി നിർവഹിക്കുന്നുവെങ്കിൽ ഒരു കള്ളനും അവിടെ അടുക്കുകയില്ല. ദൈവം അതിനെ അനുവദിക്കുകയില്ല. എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ മധ്യേ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരാതിരിക്കാൻ, ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് സ്വസ്ഥതയില്ലാത്തവരായി, രാവും പകലും വിശ്രമമില്ലാത്തവരായി, ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാത്തവരായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മ ഓരോരുത്തരെയും സഹായിക്കുമാറാണ്.